ആശാപ്രവർത്തകർ തെരുവിൽ അലയുമ്പോൾ PSC അംഗങ്ങളുടെ ആനുകൂല്യ വർധനവ് വിചിത്രമായ നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെറിയ കാരണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കൈവിട്ട വിജയങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ദുരന്തബാധിതർക്ക് എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ നട്ടം തിരിഞ്ഞ യാത്രക്കാർ. അശാസ്ത്രീയ ട്രാഫിക് നിയന്ത്രണങ്ങൾ മൂലം മുതുവറ പുഴയ്ക്കലിൽ ഗതാഗത കുരുക്ക് മുറുകുന്നു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനം 100 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതി. അമിത പലിശ വാഗ്ദാനം ചെയ്ത ഷെയർ ട്രേഡിംഗിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവി അറ്റുപോയി. മർദ്ദന വിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കളുടെ ആരോപണം. അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തിങ്കളാഴ്ച തിരശ്ശീല ഉയരും. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 15 നാടകങ്ങൾ അരങ്ങേറും. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ദേവസ്വത്തിലെ ആനപ്പാപ്പാന്മാർ നിസ്സഹകരണ സമരം നടത്തി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം സുരക്ഷിതമായും അപായരഹിതമായും നടത്തുന്നതിന് ഉന്നതതല യോഗത്തിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. സെക്രട്ടേറിയറ്റിനു മുന്നിൽ കുടിശ്ശിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നത് കാണാത്ത സർക്കാർ PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ ലക്ഷങ്ങളുടെ വർധനവ് വരുത്തുവാൻ തീരുമാനിച്ചത് വിചിത്രമായ നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ 39ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭാ അംഗങ്ങളെക്കാൾ ഇരട്ടി ശമ്പളം വർദ്ധിപ്പിച്ച നടപടി സ്വജനപക്ഷപാതത്തിന്റെ മറ്റൊരു മുഖമാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കാലാകാലങ്ങളായി ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ നിഷേധിച്ചു. എന്നാൽ വാഴ്ത്തുപാട്ടുകാർക്ക് വിരമിച്ചാലും അനധികൃത നിയമനം നൽകി യുവാക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് സതീശൻ ആരോപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, AP അനിൽകുമാർ MLA, നിയമസഭാ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പൽ രാമകൃഷ്ണൻ, KC ജോസഫ്, TJ സനീഷ് കുമാർ ജോസഫ് MLA തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആശാ വർക്കർമാർ സമരം ചെയ്യാണ്. 12ഉം 14ഉം മണിക്കൂർ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ 7000 രൂപയാണ് അവരുടെ ഓണറേറിയം. അത് തന്നെ കൊടുത്തിട്ട് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട്, അത് കൊടുക്കില്ല. പക്ഷേ PSC ചെയർമാന്റെ ശമ്പളം 3,80,000 ആക്കി. PSC അംഗങ്ങളുടെ ശമ്പളം 3 ലക്ഷത്തിലധികമാക്കി. ഒരു PSC അംഗം 5 കൊല്ലം ഇരുന്നാൽ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പെൻഷൻ 2.25 ലക്ഷമാണ്. മന്ത്രിമാർക്ക് പോലും ഇല്ലാത്ത ശമ്പളമാണ്. ചെറിയ കാരണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കൈവിട്ട വിജയങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതൊരു വിജയത്തിന്റെയും രഹസ്യം കൂട്ടായ പ്രവർത്തനമാണ്. ഭിന്നിച്ചു നിന്നാൽ നഷ്ടം മാത്രമാണ് ചരിത്രം. പുതിയ നേതൃത്വത്തിന് കീഴിൽ ഒരുമിച്ച് നിന്ന് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിലെത്തണമെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാർച്ച് 15-നകം വാർഡ് കമ്മിറ്റികളുടെ പുനഃസംഘടന പൂർത്തിയാക്കാനും ഏപ്രിൽ 30-നുള്ളിൽ വാർഡ് തലത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ പൂർത്തീകരിക്കാനും യോഗം തീരുമാനിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യമാണ്. ദുരന്തബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് DDMA-യാണ്. ദുരന്തബാധിതർക്ക് എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകും. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ആദ്യത്തെ ലിസ്റ്റ് പുറത്തിറങ്ങി. അതേതാണ് ലിസ്റ്റ്? ദുരന്തബാധിതരായിട്ടുള്ള ആക്ച്വൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ പേരുകൾ. ആ പേരുകളിൽ പരാതി ഉണ്ടായി. പരാതികൾ സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരെ കൂടി കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ DDMA, ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളായിട്ടുള്ള DDMA 242 ആളുകളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. അതിൽ മറ്റൊരു പരാതിയും സർക്കാരിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് കഴിഞ്ഞു
ഇനി രണ്ടാമത്തെ ലിസ്റ്റ് നോ ഗോ സോൺ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ പെട്ടവരുടെ പേരുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കും, ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. പിന്നെ വരുന്നത് ഐസൊലേറ്റഡ് ആണ്, അതിനെ സംബന്ധിച്ചും പ്രഖ്യാപനം ഉണ്ടാകും. ഏത് കാറ്റഗറിയിലാണ് ആരാണ് പെടാത്തത് എന്ന് പറഞ്ഞാൽ പരിശോധിച്ച് അവരെ ഉൾപ്പെടുത്തും. അല്ലാതെ ഇപ്പോൾ സർക്കാരിന് 1000 വീട്, 2000 വീട്, 800 വീട്, 700 വീട് അങ്ങനെയല്ല. ദുരന്തബാധിതരായ മുഴുവൻ ആളുകൾക്കും, ദുരന്തത്തിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക്, ദുരന്തത്തെ തുടർന്ന് അങ്ങോട്ട് കയറാൻ പറ്റാത്ത ജോൺ മൈത്തായിയുടെ നേതൃത്വത്തിൽ നോഗോ സോൺ എന്ന് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട വീടുകൾക്ക് അതിനുള്ള കൃത്യമായ ലിസ്റ്റ് തരും. ആ ലിസ്റ്റ് എല്ലാവരും കേട്ടിട്ടാണ് പ്രഖ്യാപിക്കുക. ആ ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ പരാതി തന്നാൽ ഉറപ്പായിട്ടും മെറിറ്റ് അനുസരിച്ച് പരിശോധിച്ച് ആ ലിസ്റ്റുകളിൽ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ നട്ടം തിരിഞ്ഞ യാത്രക്കാർ. അശാസ്ത്രീയ ട്രാഫിക് നിയന്ത്രണങ്ങൾ മൂലം മുതുവറ പുഴയ്ക്കലിൽ ഗതാഗതക്കുരുക്ക് മുറുകുന്നു. റോഡ് പുനർനിർമ്മാണ പ്രവൃത്തികൾ തൃശൂർ നഗരം തൊട്ടതോടെ ഗതാഗതക്കുരുക്കും യാത്രക്കാരുടെ ദുരിതവും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കൽ മുതൽ മുതുവറ വരെ താണ്ടുക എന്നത് യാത്രക്കാരെ സംബന്ധിച്ചിപ്പോൾ ഏറെ വെല്ലുവിളിയാണ്. റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കിയുള്ള പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മറുഭാഗത്തു കൂടിയാണ് ഇരുവശത്തേക്കും ഒരേ സമയം വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതാകട്ടെ പലപ്പോഴും, പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും, വലിയ ഗതാഗതക്കുരുക്കാണ് മേഖലയിൽ സൃഷ്ടിക്കുന്നത്. വലിയ ചരക്ക് വാഹനങ്ങളും ബസും കാർ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ കൂടി എത്തുന്നതോടെ കിലോമീറ്ററുകളോളം ദൂരം കുരുക്ക് നീളുന്നത് പതിവായി. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇതിൽ പെടുന്നതും നിത്യസംഭവമാണ്. നാലും കൂടിയ മുതുവറ ജംഗ്ഷനിൽ വലിയ വാഹനങ്ങൾ ക്രമം തെറ്റിച്ച് പ്രവേശിക്കുന്നതും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഫലപ്രദമല്ലാത്തതും കുരുക്ക് രൂക്ഷമാക്കുന്നുണ്ട്. പുഴയ്ക്കൽ റോഡിലേക്കുള്ള കവാടമായ പൂങ്കുന്നത്തേക്കെത്തുന്ന വാഹനങ്ങൾ നിലവിൽ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറേക്കോട്ട വഴിയാണ് വഴിതിരിച്ചുവിടുന്നത്. ഇതുമൂലം പൊതുവെ തിരക്കേറിയ പടിഞ്ഞാറേക്കോട്ടയിലെ സ്ഥിതിയും കൂടുതൽ രൂക്ഷമാക്കി. ഇവിടെയും ട്രാഫിക് നിയന്ത്രണമാണ് ഗതാഗതക്കുരുക്ക് കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇതിനു പുറമെ പോലീസിന്റെ അശാസ്ത്രീയ ട്രാഫിക് നിയന്ത്രണം ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നു എന്നതിന് ഏറ്റവും മികച്ച തെളിവുകളിലൊന്നാണ് പാട്ടുരായ്ക്കൽ ജംഗ്ഷനിലെ അവസ്ഥ. സ്വരാജ് റൗണ്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ പൂങ്കുന്നത്തേക്കും, പൂങ്കുന്നം, വിയൂർ, അശ്വിനി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ തിരികെ തിരുവമ്പാടി ക്ഷേത്രം ഭാഗത്തേക്കും കടക്കേണ്ട പാതയുടെ പകുതിയിലധികവും ബാരിക്കേഡും വീപ്പുകളും നിരത്തിയാണ് പോലീസ് അടച്ചിരിക്കുന്നത്. ഇതുമൂലം ഒരേ സമയം ഇരു ദിശകളിലേക്കും ചെറുവാഹനങ്ങൾ പോലും കടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പ്രദേശത്തെ അനധികൃത വാഹന പാർക്കിങ്ങും മറ്റൊരു കാരണമാണ്. ഇതെല്ലാം പാട്ടുരായ്ക്കൽ ഓവർബ്രിഡ്ജിൽ അടക്കം ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഇനിയെങ്കിലും ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ശാസ്ത്രീയവും യുക്തിസഹജമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങിയതായി പരാതി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെ കേസെടുത്തു. ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരന്മാരായ സുബിൻ, ലിബിൻ എന്നിവരാണ് സ്ഥാപന ഉടമകൾ. സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. 32ഓളം പരാതികൾ ലഭിച്ചതിൽ 6ഓളം പരാതിയിൽ കേസെടുത്തു. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം. 1,95 ലക്ഷം രൂപ നിക്ഷേപിച്ചയാളുടെ പരാതിയിലാണ് ആദ്യം കേസെടുത്തിട്ടുള്ളത്. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ട്രേഡിംഗിലൂടെ ആദ്യകാലങ്ങളിൽ വലിയ തുകകൾ ലഭിച്ചിരുന്നതായും അത് നിക്ഷേപകർക്ക് നൽകുകയും ചെയ്തതോടെയാണ് സ്ഥാപനത്തിൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ പേർ പണം നിക്ഷേപിച്ചതെന്ന് പറയുന്നു. ഞാനൊരു 10 ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ 23-നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 4 മാസം കറക്റ്റായിട്ട് ആ ഒരു ബാങ്കിലേക്ക് തന്നിരുന്നു. അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് 1-2 പ്രാവശ്യം അവർ നമ്മൾ 10 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് 1-2 പ്രാവശ്യം തന്നത്. അതിനുശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 150 കോടിക്ക് മേലെ തട്ടിച്ച് അവരിവിടെ നിന്ന് ദുബായിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. പിന്നീട് നിക്ഷേപകർക്ക് പലർക്കും പണം തിരികെ ലഭിക്കാതായതോടെ പലരും പണം അന്വേഷിച്ച് സ്ഥാപനത്തിലേക്ക് എത്തിയതോടെ ഇവർ മാസങ്ങൾക്ക് മുൻപേ ആഡംബരമായി നിർമ്മിച്ചിട്ടുള്ള ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് AKP റോഡിലെ പാം സ്ക്വയർ ബിൽഡിംഗിലെ സ്ഥാപനം അടയ്ക്കുകയായിരുന്നു. ചാലക്കുടി റോഡിൽ വിശ്വനാഥപുരം ക്ഷേത്രത്തിന് എതിർവശത്തായും ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. ഇതും അടച്ചതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ.
TCV ഇരിങ്ങാലക്കുട. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവിയുടെ ഒരു ഭാഗം മറ്റുപോയി. കഴിഞ്ഞ 19-നാണ് സംഭവം. മർദ്ദനവിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു. മർദ്ദനവിവരം പുറത്തു പറഞ്ഞാൽ മകനെതിരെ റാഗിംഗ് കേസും ഉണ്ടാകുമെന്നും ഭാവി നഷ്ടപ്പെടുമെന്നും അധ്യാപകർ ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ പറഞ്ഞു. പരിക്കേറ്റ വിദ്യാർത്ഥി നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ആക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെയും മർദ്ദനവിവരം മറച്ചുവെക്കാൻ ശ്രമിച്ച അധ്യാപകർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി കുന്നംകുളം പോലീസ് രേഖപ്പെടുത്തും. സംഭവത്തിനിടെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൊലവിളി സന്ദേശവും പുറത്തുവന്നിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. വൈകിട്ട് 5-ന് നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ഉദ്ഘാടന നാടകമായി ആക്ടർ മുരളി തിയേറ്ററിൽ ഗിരീഷ് കർണാട്ടിന്റെ ഹയവദന നാടകം അരങ്ങേറും. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 15 നാടകങ്ങൾ 3 വേദികളിലായി അരങ്ങേറും. ഈജിപ്ത്, റഷ്യ, ഹംഗറി, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നാടകങ്ങളും ഇത്തവണ പ്രദർശനത്തിനുണ്ട്. 80 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നാടകോത്സവം മാർച്ച് 2-ന് സമാപിക്കും. ഇറ്റ്ഫോക് ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഫെസ്റ്റിവൽ ഡയറക്ടർ B. അനന്തകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേറൊന്ന്, നാടകങ്ങൾക്ക് പുറമെ പാനൽ ചർച്ചകളുണ്ട്. ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖമുണ്ട്. സംഗീത നൃത്ത നിശകൾ എന്നിവയുണ്ട്. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 2 വരെ രാമനിലയം ക്യാമ്പസിലെ ഫാം ഹൗസിൽ രാവിലെ 11:30 ആർട്ടിസ്റ്റുകളുമായുള്ള മുഖാമുഖം നടക്കും. ഫെബ്രുവരി 25-ന് അരങ്ങും വെള്ളിത്തിരയും എന്ന വിഷയത്തിൽ സംവാദം നടക്കും. 27-ന് പ്രതിരോധത്തിൻ്റെ സംസ്കാരങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച പാനൽ ചർച്ചയും മാർച്ച് 1-ന് പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം വനിതാ നാടകവേദിയുമായുള്ള സംവാദാത്മകമായ ചർച്ചയും ഉച്ചക്ക് 1:30-ന് അതേ വേദിയിൽ വെച്ച് ഈ വനിതാ നാടക പ്രവർത്തകരുമായുള്ള ചർച്ചയും നടക്കും. സാംസ്കാരിക നഗരിയിൽ ഇനി നാടക വസന്തം വിരിയും. സംസ്കാരങ്ങളുടെ അതിജീവനമെന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണത്തെ ഇറ്റ്ഫോക് നാടകോത്സവം അരങ്ങുണരുന്നത്. വിശ്വനാടകവേദിക്ക് അരങ്ങുണരുന്നു. ഇറ്റ്ഫോക് 2025 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെ. വിവിധ സാംസ്കാരിക നാടകങ്ങൾ ഉൾപ്പെടെ ഇത്തവണ 5 വിദേശ നാടകങ്ങളാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത്. ഇനി തൃശൂർ നാടകോത്സവ ദിനരാത്രങ്ങളിലേക്ക്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനും അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാനും മനുഷ്യന്റെ നിലനിൽപ്പിനെ നിരന്തരം മനുഷ്യത്വരഹിതമാക്കുന്ന പ്രക്രിയക്കെതിരെ നിരന്തരം പൊരുതാനുമുള്ള വേദിയാണ് നാടകമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇറ്റ്ഫോക്. ഓരോ എഡിഷനിലും അതത് കാലത്തെ നീറുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ് ഇറ്റ്ഫോക്കിൽ മുഖ്യ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. നാടകം കൊണ്ട് പ്രതിരോധിക്കുന്ന വൈവിധ്യ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ജനതയാണ് തൃശൂർ രാജ്യാന്തര നാടകോത്സവത്തിന്റെ ഭാഗമാകുന്നത്. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകൾ വെളിപ്പെടുത്തുന്ന 5 വിദേശ നാടകങ്ങളാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത്. കോട്ടയം സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് അവതരിപ്പിക്കുന്ന 6ാമത്തെ വിരൽ, പാലക്കാട് അത്ലറ്റിക് കായിക നാടകവേദിയുടെ ഭൂതങ്ങൾ, എറണാകുളം മാമംഗലം ഡാൻസ് കമ്പനിയുടെ നെയ്ത്ത് എന്നീ 3 മലയാള നാടകങ്ങളും ഇറ്റ്ഫോക്കിന്റെ ഭാഗമാണ്. നാടകങ്ങൾക്ക് പുറമെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും സംഗീത നൃത്ത നിശകൾ എന്നിവയും അരങ്ങേറും. ഇപ്പോഴും ടിക്കറ്റ് ഒന്നിന് 80 രൂപയാണ് നിരക്ക്. നമുക്കറിയാം, ബ്രോഡ്വേയിൽ ചെന്നാൽ 10,000 രൂപയ്ക്കോ അതിൽ കൂടുതലോ വില വരുന്ന ടിക്കറ്റുകളാണ്. ഇത് ഒരു സംഘത്തിന്റെ ഭക്ഷണ ചെലവ് പോലും ആയിത്തീരില്ല ടിക്കറ്റ് കൊണ്ടുള്ള വരവ്. പക്ഷേ സീറ്റുകൾക്കൊരു നിയന്ത്രണം ഉണ്ടാക്കുക, നാടകം ശരിക്കും ആവശ്യമുള്ളവർ അത് കാണാനെത്തുക എന്ന നിലയിലേക്ക് ഒരു നിയന്ത്രണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. രാമനിലയം ക്യാമ്പസിലെ എവോസിൽ രാവിലെ 11:30 ആർട്ടിസ്റ്റുകളുമായുള്ള മുഖാമുഖം നടക്കും. ഫെബ്രുവരി 25-ന് അരങ്ങും വെള്ളിത്തിരിയും എന്ന വിഷയത്തിൽ സംവാദവും 27-ന് പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് പാനൽ ചർച്ചകളും മാർച്ച് 1-ന് പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം വനിതാ നാടകവേദിയുമായുള്ള സംവാദാത്മക ചർച്ചകളും ഉണ്ടാവും. മികച്ച സാങ്കേതിക മികവോടെ എല്ലാ നാടകങ്ങളും കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർത്തീകരിച്ച് നാടകവേദികൾ സജ്ജമായി കഴിഞ്ഞു. നാടകപ്രേമികളെ ആകർഷിക്കുന്നതിനായി വേദികൾ ദീപാലങ്കാരം കൊണ്ടും വർണ്ണതോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചിട്ടുമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാന അമ്മേച്ചർ നാടക മത്സരത്തിന്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ആലപ്പുഴയിൽ നിന്നുള്ള മാടൻ മോക്ഷം മികച്ച നാടകം. മികച്ച നാടകത്തിന് പുറമെ മികച്ച സംവിധായകനായി ജോബ് മഠത്തിലും മികച്ച നടനായി പ്രമോദ് വെളിയനാടും
മാടൻ മോക്ഷത്തിലൂടെ അവാർഡിന് അർഹമായതോടെ മരുതം തിയേറ്റർ ഗ്രൂപ്പിന് ഇരട്ടി മധുരമായി. തൃശൂർ അരാട്ട് പഞ്ചമി തിയേറ്റേഴ്സിന്റെ പൊറാട്ട് എന്ന നാടകമാണ് 2ാം സ്ഥാനം നേടിയത്. ഇതിലൂടെ നിഖിൽ ദാസ് മികച്ച 2ാമത്തെ സംവിധായകനും 2ാമത്തെ മികച്ച നാടകകൃത്തിനുള്ള പുരസ്കാരവും നേടി. കൂടാതെ ഇതേ നാടകത്തിലെ അഭിനയത്തിന് നിഖിൽ ദാസ് മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. തിരുവനന്തപുരത്തു നിന്നുള്ള മാക്ബത്ത് ദ ലാസ്റ്റ് ഷോ എന്ന നാടകത്തിന്റെ ഹസീം അമരവിളയാണ് മികച്ച നാടകകൃത്ത്. തൃശൂരിന്റെ തന്നെ ജനുസ് എന്ന നാടകത്തിലെ ചെറുതമ്മയെ അരങ്ങിലെത്തിച്ച രജിത സന്തോഷാണ് മികച്ച നടി. പെരടിയിലെ രാപ്പകലുകൾ എന്ന നാടകത്തിലെ അഭിനയത്തിന് നിഷ 2ാമത്തെ മികച്ച നടിയുമായി. ജനുസിലൂടെ സംഗീത സംവിധാനത്തിന് PK സുനിൽകുമാറും രംഗപട സംവിധാനത്തിന് സുമേഷ് ബിനു എന്നിവരും, പെരടിയിലെ രാപ്പകലുകളിലൂടെ അനൂപ് പൂന മികച്ച ദീപ സംവിധാനത്തിനും പ്രേമൻ മുജുകുന്ന് മികച്ച വസ്ത്രാലങ്കാരത്തിനുമുള്ള പുരസ്കാരങ്ങളും സ്വന്തമാക്കി. 6 ദിവസങ്ങളിലായി തൃശൂരിൽ നടന്ന സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ ഉത്തരമേഖല, മധ്യമേഖല, ദക്ഷിണമേഖല മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. TCV തൃശൂർ. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ദേവസ്വത്തിലെ ആനപ്പാപ്പാന്മാർ നിസ്സഹകരണ സമരം നടത്തി. ദേവസ്വം ചെയർമാൻ ഖേദപ്രകടനം നടത്തിയതോടെ പാപ്പാന്മാർ സമരത്തിൽ നിന്ന് പിന്മാറി. കഴിഞ്ഞ ദിവസം കോഴിമാമ്പറമ്പ് പൂരത്തിന് ദേവസ്വത്തിന്റെ 3 ആനകളെ കൊണ്ടുപോയിരുന്നു. എഴുന്നള്ളിപ്പ് കഴിയും മുൻപേ ആനകളെ തിരിച്ചു കൊണ്ടുപോകാൻ പാപ്പാന്മാർ തിടുക്കം കൂട്ടിയെന്ന് പറഞ്ഞ് പൂര കമ്മിറ്റിക്കാർ പാപ്പാന്മാരുമായി തർക്കമുണ്ടായി. എന്നാൽ 3 മണിക്കൂർ നേരം എഴുന്നള്ളിക്കാനാണ് കരാറിലുള്ളതെന്നും അതിൽ കൂടുതൽ നേരം ആനകളെ നിർത്താൻ കഴിയില്ലെന്നുമായിരുന്നു പാപ്പാന്മാരുടെ വിശദീകരണം. പൂര കമ്മിറ്റിക്കാർ പരാതിപ്പെട്ടതോടെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കോഴിമാമ്പറമ്പിലെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. ഇതിനിടയിൽ ദേവസ്വം ചെയർമാൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ഗുരുവായൂർ ദേവസ്വത്തിലെ പാപ്പാന്മാരുടെ തോന്നിവാസങ്ങളുടെ ബുദ്ധിമുട്ട് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങിയ പരാമർശമാണ് പാപ്പാന്മാരെ ചൊടിപ്പിച്ചത്. ചെയർമാൻ മാപ്പു പറയാതെ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ അയക്കില്ലെന്ന നിലപാടിലായി പാപ്പാന്മാർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് 3 ആനകൾക്ക് പകരം 1 ആനയെ മാത്രം അയക്കും. ആനകൾക്ക് വെള്ളവും തീറ്റയും നൽകുമെങ്കിലും അഴിക്കാൻ പാപ്പാന്മാർ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം സമരം ആരംഭിച്ചതോടെ അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ ആനപ്പാപ്പാന്മാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ ശനിയാഴ്ച വൈകിട്ട് ചെയർമാൻ കുറ്റസമ്മതം നടത്തിയതോടെയാണ് പാപ്പാന്മാർ സമരത്തിൽ നിന്ന് പിന്മാറിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് മാർച്ച് 10 നടക്കുന്ന ആനയോട്ടം സുരക്ഷിതമായും അപായരഹിതമായും നടത്തുന്നതിനായി ദേവസ്വം ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ആനകളും ഭക്തരും തമ്മിൽ നിശ്ചിതമായ അകലം പാലിച്ച് ആനയോട്ട ചടങ്ങ് നടത്താൻ യോഗത്തിൽ തീരുമാനമെടുത്തു. മദപ്പാട് അടുത്തുവരുന്ന ആനകളെയും ആക്രമണ സ്വഭാവമുള്ള ആനകളെയും ചടങ്ങിൽ പങ്കെടുപ്പിക്കില്ല. ആനചികിത്സാ വിദഗ്ധ സമിതി കണ്ടെത്തിയ 10 ആനകളിൽ നിന്ന് മുൻനിരയിൽ ഓടാനുള്ള 5 ആനകളെ മാർച്ച് 9 നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗവും ആനയോട്ടം സബ് കമ്മിറ്റി കൺവീനറുമായ മനോജ് B. നായർ, ഭരണസമിതി അംഗങ്ങളായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C. മനോജ്, KP വിശ്വനാഥൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M. രാധ, ഗുരുവായൂർ ACPയുടെ ചുമതല വഹിക്കുന്ന TS സിനോജ്, ടെമ്പിൾ പോലീസ് SHO G. അജിത് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചാലക്കുടി മുരിങ്ങൂരിൽ മൊത്തക്കച്ചവടത്തിനായി സൂക്ഷിച്ചിരുന്ന 23 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശികളായ ഷാഹുൽ, ബിലാൽ, മുർസ്ലിൻ എന്നിവരെ ചാലക്കുടി DYSP K. സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ ജംഗ്ഷന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ആധുനികവൽക്കരിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറി മന്ദിരത്തിന്റെ ഗൃഹപ്രവേശം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ മധുരം വിതരണം ചെയ്ത് നിർവഹിച്ചു. വിജ്ഞാന നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ള തൃശൂർ നഗരത്തിലെ വിജ്ഞാന സ്ഥിരാകേന്ദ്രമായിരിക്കും പുതിയ ലൈബ്രറി മന്ദിരമെന്ന് അദ്ദേഹം പറഞ്ഞു. പബ്ലിക് ലൈബ്രറി സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക്, വൈസ് പ്രസിഡന്റ് TR രഞ്ജു, ട്രഷറർ ഡേവിസ് കണ്ണമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. വിപുലമായ ഉദ്ഘാടനം പിന്നീട് നടത്തുമെന്ന് സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക് അറിയിച്ചു. ആധുനിക സജ്ജീകരണങ്ങളോടെ പണി പൂർത്തീകരിച്ച പബ്ലിക് ലൈബ്രറി മന്ദിരം തുറന്നുകൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ലൈബ്രറി അധികൃതർ തിരക്കിട്ട് ഗൃഹപ്രവേശ ചടങ്ങ് നടത്തി. തൃശൂർ കോർപ്പറേഷന്റെ അഴിമതി ഭരണത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ BJP ഏകദിന ഉപവാസ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ഉപവാസ സമരം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കട്ടുമുടിക്കുന്ന അഭിനവ വീരപ്പനാണ് തൃശൂർ മേയറെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. അഴിമതിയുടെയും ദുർഭരണത്തിന്റെയും പ്രതീകമായി തൃശൂർ കോർപ്പറേഷൻ മാറി.
ഇതിന് ഒത്താശ ചെയ്തു നൽകുന്നത് കോൺഗ്രസ് പ്രതിപക്ഷമാണ്. ഇടത് കോൺഗ്രസ് അഴിമതി കൂട്ടുകെട്ടാണിത്. നിയമസഭയിൽ CPM-നെ UDF എങ്ങനെ സംരക്ഷിക്കുന്നോ അതിന് സമാനമായ രീതിയിലാണ് കോർപ്പറേഷനിലും UDF സംരക്ഷണം ഒരുക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതി ഫണ്ടുകളിൽ കൈയിട്ടുവാരിയാൽ മേയറുടെ സ്ഥാനം ജില്ലാ ജയിലാകുമെന്നും കൂട്ടുനിൽക്കുന്ന സെക്രട്ടറി ഇങ്ങനെ പോയാൽ പെൻഷൻ വാങ്ങി ഉണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മേയർ തൃശ്ശൂരിനെ കട്ടുമുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ മേയറാണ് വർഗീസ് എങ്കിലും വർഗീസിനെ നിയന്ത്രിക്കുന്നതും ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിൽക്കുന്നതും ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ ഒന്നിച്ചിട്ടാണ്. ഇവിടുത്തെ മേയറുടെ കൊള്ളക്ക് കൗൺസിലകത്ത് ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എല്ലാം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറി കൂട്ടുനിൽക്കുക. നിങ്ങൾ ഇങ്ങനെ പോയാൽ സർക്കാരിന്റെ പെൻഷൻ വാങ്ങി ഉണ്ണാനുള്ള ഭാഗ്യം തൃശ്ശൂരിലെ കോർപ്പറേഷന്റെ സെക്രട്ടറിക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂർ കോർപ്പറേഷന് ഒരുപാട് കേന്ദ്ര ഫണ്ടുകൾ വരുന്നു. അതിലെല്ലാം നിങ്ങൾ കൈയിട്ട് വാരിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനം മേയർ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പോവുക തൃശ്ശൂരിലെ ജയിലിനുള്ളിലായിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാരതീയ ജനതാ പാർട്ടി അതിന് ഏതറ്റം വരെയും BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോൻ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത്, ഒള്ളൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ടോണി ചാക്കോള, കോർപ്പറേഷൻ കൌൺസിലർമാരായ N. പ്രസാദ്, പൂർണിമ സുരേഷ്, KG നിജി, ഡോക്ടർ V. ആതിര, NV. രാധിക എന്നിവർ പങ്കെടുത്തു. BJP തൃശൂർ ഒള്ളൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ബൈക്കിന് പുറകിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ആലത്തൂർ സ്വദേശി പുന്നക്കാട്ടിൽ വീട്ടിൽ 63 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മാടക്കത്ര പവർ ഗ്രിഡിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഉണ്ണികൃഷ്ണൻ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് ഓടിച്ച ആളുടെ പരിക്ക് ഗുരുതരമല്ല. ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ ഔട്ടർ ഫുട്പാത്തിന്റെ പണി പൂർത്തീകരിക്കാത്ത കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ചും തൃശൂർ പൂരത്തിന് ഫുട്പാത്ത് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ നടന്ന ധർണ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ് അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി A. പ്രസാദ്, DCC സെക്രട്ടറി രവി ജോസ് താണിക്കൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെലിൻ ജോൺ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അമർ ഖാൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മാള എരവത്തൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എരവത്തൂർ മഞ്ഞേലിപ്പറമ്പിൽ അരുൺദാസിന്റെ മകൾ 12 വയസ്സുള്ള അവന്തികയാണ് മരിച്ചത്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പാൽ വാങ്ങാൻ ചേച്ചിയെ വിളിച്ച് വാതിൽ തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടനെ തന്നെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി വീട്ടിൽ പരിശോധന നടത്തി. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അന്തിക്കാട് പടിയത്ത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിയം ചുരക്കോട് സ്വദേശി പണ്ടാര വീട്ടിൽ ജിത്തിന്റെ മകൻ 12 വയസ്സുള്ള അലോക്കാണ് മരിച്ചത്. മാങ്ങാട്ടുകര AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അന്തിക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മലയാള സിനിമയുടെ ലളിതഭാവം മാഞ്ഞിട്ട് 3 വർഷം. ഞാൻ മരിച്ചുപോയാൽ എന്നെ ഓർമ്മിക്കുമോ? പ്രിയപ്പെട്ട നാരായണി, ഓർക്കും. എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുണ്ട്. അവതരിപ്പിച്ച ഓരോ കഥാപാത്രത്തിലും ലാളിത്യത്തിന്റെ കയ്യൊപ്പിട്ട നടി. അഭിനയശൈലിയിലെ നർമ്മബോധവും സഹജമായ ചുറുചുറുക്കും അവരെ അനന്യയാക്കി. മാതൃഭാവത്തിലേക്കും വാത്സല്യത്തിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കാതെ കുസൃതിയും കുശുമ്പും കുന്നായ്മയും വേണമെങ്കിൽ അല്പം വില്ലത്തരവും വരെ കാണാവുന്ന അഭിനയ വൈവിധ്യമാണ് ലളിത സിനിമയിൽ എഴുതി ചേർത്തത്. ചത്തിട്ടില്ല, അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത്? അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുമില്ല. എനിക്ക് വേണ്ട.
പെൺമയുടെ സമസ്ത ഭാവങ്ങളും പ്രകാശിക്കുന്ന ഒരു മാജിക് ഉണ്ടായിരുന്നു അവരുടെ കഥാപാത്രങ്ങളിൽ. കഥാപാത്രങ്ങളിലേക്ക് അനായാസ പരകായ പ്രവേശമാണ് ലളിത എപ്പോഴും കാഴ്ചവെച്ചത്. 2 ദേശീയ അവാർഡടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടാനായത് ആ അഭിനയ മികവിന്റെ നേർസാക്ഷ്യങ്ങളാണ്. സ്നേഹവും സങ്കടവും സന്തോഷവും പരിഭവവും പരിഹാസവും ഈ അഭിനേത്രിയുടെ കഥാപാത്രങ്ങളിൽ ഭദ്രമായിരുന്നു. ആഹാ, അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. അമ്മ, അമ്മൂമ്മ, ഭാര്യ തുടങ്ങി സ്ഥിരം വേഷങ്ങളിൽ അവർ ജാഗ്രതയോടെ ചില പൊടിപ്പുകൾ നൽകി വ്യത്യസ്തയാക്കി. കൂട്ടുവേഷങ്ങളിൽ വീട്ടുകാരി എന്ന ലേബലിൽ അവർ മറ്റുള്ളവരെ അതിശയിപ്പിച്ചു. വിയറ്റ്നാം കോളനിയിലെ പട്ടാളം മാധവി, കോട്ടയം കുഞ്ഞച്ചനിലെ ഏലിയാമ്മ, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിലെ പുരുഷവിരോധിയായ സൂപ്രണ്ട്, മണിച്ചിത്രത്താഴിലെ ഭാസുര തുടങ്ങി മലയാളികൾ ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളായി സ്ക്രീനിൽ ലളിത ജീവിച്ചു. സംഭാഷണങ്ങളിലെ ശബ്ദവിന്യാസം കൊണ്ട് ലളിത തീർത്ത മായാജാലം മറ്റൊരു അഭിനേതാവിനും അവകാശപ്പെടാനാകില്ലായിരുന്നു. ശബ്ദാഭിനയത്തിലൂടെ കൈവരിച്ച ഭാവപൂർണിമ മതിലുകൾ എന്ന സിനിമയിലെ നാരായണിയിലുണ്ട്. സഹനടിയായും പ്രതിനായികയായും 5 പതിറ്റാണ്ടിലേറെ KPSC ലളിത നിറഞ്ഞാടി. പിൽക്കാലത്ത് TV സീരിയലുകളിലും അവർ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ചെയ്തു. കലാരംഗത്ത് ഉന്നത സ്ഥാനത്തെത്തിയെങ്കിലും ലളിതമായിരുന്നു KPSC ലളിതയുടെ ജീവിതം. വേഷപ്പകർച്ചകൾക്കൊടുവിൽ ചമയങ്ങൾ അഴിച്ചുവെച്ച് അരങ്ങൊഴിഞ്ഞപ്പോൾ KPSC ലളിതയ്ക്ക് പകരം വയ്ക്കാൻ ഇന്ന് മലയാള സിനിമയിൽ മറ്റൊരു മുഖമില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV. കണിമംഗലത്ത് ഓട്ടോറിക്ഷ കാറിലിടിച്ചു മറിഞ്ഞ് യുവാവ് മരിച്ച കേസിൽ 7,29,00,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ തൃശൂർ മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിംസ് ട്രിബ്യൂണൽ വിധിച്ചു. IT വിദഗ്ധനായ സുമേഷ് B. തോമസ് 2016 ജനുവരി 25-ന് കണിമംഗലത്തുണ്ടായ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ഭാര്യയും മക്കളും ചേർന്ന് അഭിഭാഷകരായ NB സുകുമാരൻ, V. കുര്യൻ തോമസ് എന്നിവർ മുഖേന നൽകിയ കേസിലാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയോട് സംഖ്യ നൽകാൻ തൃശൂർ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ TK മിനിമോൾ ഉത്തരവിട്ടത്. 4,15,83,766 രൂപ ഹർജി തീയതി മുതൽ 7.5% പലിശയും കോടതി ചിലവുകളും കൂടിയ സംഖ്യയായ 7,29,374 രൂപ നൽകാനാണ് വിധി. അപകട സമയത്ത് സുമേഷ് B. തോമസ് ബാംഗ്ലൂർ മൈൻട്രി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആൻഡ് മൈക്രോസോഫ്റ്റ് CEO ആയി ജോലി നോക്കുകയായിരുന്നു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് യുവവാദ്യമേള കലാകാരന്മാരുടെ തായമ്പകോത്സവത്തിന് തുടക്കമായി. തിരുവമ്പാടി മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ ഭദ്രദീപം തെളിയിച്ച് തായമ്പകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ പത്മശ്രീ സുന്ദർ മേനോൻ, സെക്രട്ടറി K. ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശ്രേയ നമ്പൂതിരി, സംവേദ ചാലക്കുടി എന്നിവർ അവതരിപ്പിച്ച ഇരട്ട തായമ്പക മേളപ്രേമികളുടെ മനം കവർന്നു. ക്ഷേത്രഭരണസമിതി വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ജോയിന്റ് സെക്രട്ടറി P. ശശീധരൻ തുടങ്ങിയവർ സന്നിഹിതരായി. അടുത്ത മാസം 10 മുതൽ 17 വരെയാണ് തിരുവമ്പാടി ഉത്സവം.
നെടുപുഴ നസ്രാണി പാലത്തിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് വീട്ടമ്മ മരിച്ചു. ആലത്തൂർ സ്വദേശി സൂര്യക്കുളമ്പ് വീട്ടിൽ ബാലചന്ദ്രൻ ഭാര്യ 54 വയസ്സുള്ള പുഷ്പലതയാണ് മരിച്ചത്. എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന മെമു ട്രെയിനിൽ നിന്നാണ് വീട്ടമ്മ വീണത്. പുഷ്പലത വീഴുന്നത് കണ്ട് ചെയിൻ വലിച്ച് ട്രെയിനിൽ നിന്ന് ചാടിയ ബാലചന്ദ്രന് പരിക്കേറ്റു. ബാലചന്ദ്രനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂന്താനം ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകി വരുന്ന ജ്ഞാനപ്പാന പുരസ്കാരത്തിന് സാഹിത്യ നിരൂപകൻ പ്രൊഫസർ കെ.പി. ശങ്കരനെ തെരഞ്ഞെടുത്തു. മലയാള ഭാഷയ്ക്കും ഭക്തിസാഹിത്യത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും പ്രശസ്തിപത്രവും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പൂന്താനത്തിന്റെ ജന്മദിനമായ മാർച്ച് 3-ന് വൈകിട്ട് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. നടിയും അവതാരകയും നർത്തകയും കോമഡി ഷോകളിലെ നിറസാന്നിധ്യവുമായിരുന്ന സുബി സുരേഷ് വിട പറഞ്ഞിട്ട് 2 വർഷം. ഒരു പ്രൊഫഷണൽ ഹാസ്യ നടിയായും ടെലിവിഷൻ അവതാരകയായും പെൺകരുത്ത് തെളിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു സുബി സുരേഷ്. മലയാളത്തിൽ കോമഡി രംഗത്ത് പുരുഷന്മാർ അരങ്ങ് തകർക്കുന്ന കാലത്താണ് വേറിട്ട ഹാസ്യാവതരണ ശൈലിയിലൂടെ മലയാളിയുടെ പ്രിയപ്പെട്ട താരമായി സുബി മാറിയത്. സ്റ്റേജ് ഷോകളിൽ തന്റെ ഒറ്റയാൾ പ്രകടനം കൊണ്ട് തിളങ്ങിയ സുബി പ്രതിസന്ധികളിൽ നിന്ന് ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും കൊണ്ട് ഉയർന്നുവന്ന അഭിനേത്രിയായിരുന്നു. അഭിനയിച്ച കോമഡി പരിപാടികളിലെല്ലാം സ്വതസിദ്ധമായ തമാശകൾ കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിച്ചു. ഉണ്ടായിരുന്ന വീടും പറമ്പും വിറ്റ് വെള്ളം കുടിച്ച് നശിപ്പിച്ചില്ലേ, എന്നിട്ട് ഇപ്പൊ കടത്തിണ്ണേലാ കിടപ്പ്. നാണമില്ലേ മനുഷ്യ നിങ്ങക്ക്? നീ വിഷമിക്കാതിരിക്കടി, നിനക്ക് വേണ്ടി ഞാനൊരു താജ്മഹൽ പണിയും. ആ താജ്മഹൽ എന്റെ മനുഷ്യ, ലോൺ എടുത്തെങ്കിൽ നിങ്ങൾക്കൊരു പേര പണിയാ മേലെ. സിനിമാല എന്ന ഹാസ്യ പരിപാടിയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി ടെലിവിഷൻ രംഗത്തെത്തിയ നടി ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടു. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. ഇത് ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതാ. ഇവിടെ രഹസ്യമായിട്ട് പലരും ഇത് കഴിക്കാറുണ്ട്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എന്റെ ഗോപാൽക്കാരൻ എനിക്ക് എന്നും ഇഷ്ടമായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഇത് കഴിച്ച് എൻജോയ് ചെയ്യണ്ടേ. പഞ്ചവർണ്ണ തത്ത, ഡ്രാമ, 101 വെഡിങ്, ഗൃഹനാഥൻ, കില്ലാടി രാമൻ, എൽസമ്മ എന്ന ആൺകുട്ടി, തസ്കര ലഹള തുടങ്ങി 20-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അവതാരകയുടെ റോളിലെത്തിയപ്പോഴും കാഴ്ചക്കാരെ ഒട്ടും മടുപ്പിക്കാതെ സദസ്സിനെ കയ്യിലെടുത്തു. സാറിന് വേണ്ട പച്ചക്കറികൾ ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ വാങ്ങിക്കണോന്ന് പറഞ്ഞ് മാർക്കറ്റിൽ പോയിരിക്കുക. ഞാൻ പോവാന്ന് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. എന്താ സാർ? അല്ല, ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നുപോയി. ഈ ചുവന്ന ഫയൽ എടുക്കാൻ വേണ്ടി വന്നതാ. കുട്ടിപ്പട്ടാളം എന്ന ടെലിവിഷൻ ഷോ സുബിക്ക് കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തു. കോമഡിയിലെ ടൈമിങ്ങും കൈയടക്കത്തോടെയുള്ള ഹാസ്യ അവതരണവുമാണ് സുബിയെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാക്കി മാറ്റിയത്. അപ്രതീക്ഷിതമായി മലയാള ഹാസ്യരംഗത്ത് സുബി സുരേഷിന്റെ വിയോഗമുണ്ടാക്കിയ വിടവ് ഇന്നും നികത്തപ്പെടാതെ കിടക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV. ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന എം സുകുമാരപിള്ളയുടെ 11ാമത് ചരമവാർഷികം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ എം സുകുമാരപിള്ള ഫൗണ്ടേഷൻ പ്രസിഡന്റ് MP ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S ബാബുക്കുട്ടി, MLA P ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം ചെയ്യാനും ഇത്തവണ ഞാൻ പോകുന്നുണ്ട്. രാവിലെ നിശ്ചയിച്ചിരുന്ന പരിപാടി ക്യാബിനറ്റ് രാവിലെ തന്നെ ശിവരാത്രി ദിവസം ബുധനാഴ്ച ചേരാത്തതുകൊണ്ട് 27-ാം തീയതി രാവിലെ ചേരുന്നതുകൊണ്ട് അവരുടെ കൂടി സ്നേഹ ബുദ്ധിയാൽ ഇത് വൈകുന്നേരമാക്കിയെങ്കിലും വൈകുന്നേരത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ അവിടെ പോകുന്നു. സുകുമാരപിള്ള സാറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി. പിക്കാസോ എന്ന സിനിമയുടെ പേരിൽ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ 6ാം പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി തെക്കുംകര പനങ്ങാട്ടുകര ചേനോത്ത് പറമ്പിൽ അഫ്സലിനെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തങ്ങാലൂർ സ്വദേശി പാറപ്പുറത്ത് സുനിൽ മേനോന്റെ പരാതിയിലാണ് പിക്കാസോ സിനിമയുടെ സംവിധായകൻ സുനിൽ കാര്യാട്ടുകര, നിർമ്മാണ കമ്പനിയായ അയാന ഫിലിംസിന്റെ മാനേജിംഗ് പാർട്ണറും 6ാം പ്രതി അഫ്സലിന്റെ ഭാര്യയുമായ വി നജ്ല, കമ്പനിയിലെ പാർട്ണർമാരായ റിഷാദ്, റസാഖ്, SR ധനീഷ്, അഹമ്മദ്,
മറ്റൊരു നിർമ്മാതാവായ ലിയോ തരകൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. സിനിമയുടെ ചിത്രീകരണത്തിന് കൂടുതൽ പണം ആവശ്യമാണെന്നും മുടക്കുന്ന തുക സിനിമ റിലീസിന് ശേഷം ലാഭത്തോടെ തിരികെ നൽകാമെന്നും കരാറുണ്ടാക്കിയാണ് പണം കൈവശപ്പെടുത്തിയത്. 2019 പ്രതികൾ ഒന്നിച്ച് പരാതിക്കാരനിൽ നിന്നും പണം കൈക്കലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ അഫ്സലിനെ റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾ കോടതിയിൽ ഹാജരായി മുൻകൂർ ജാമ്യമെടുത്തിട്ടുണ്ട്. മാള നെയ്തക്കുടിയിൽ പെയിന്റിംഗിനായി മോട്ടോർ പമ്പ് ഉപയോഗിച്ച് മതിൽ വൃത്തിയാക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. കരുപ്പടന്ന സ്വദേശി പുതുവീട്ടിൽ 35 വയസ്സുള്ള ഷാഹിദാണ് മരിച്ചത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 845 രൂപ, പവന് 64,360 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആശാപ്രവർത്തകർ തെരുവിലലയുമ്പോൾ PSC അംഗങ്ങളുടെ ആനുകൂല്യ വർധനവ് വിചിത്രമായ നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെറിയ കാരണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കൈവിട്ട വിജയങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ദുരന്തബാധിതർക്ക് എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ നട്ടം തിരിഞ്ഞ യാത്രക്കാർ. അശാസ്ത്രീയ ട്രാഫിക് നിയന്ത്രണങ്ങൾ മൂലം മുതുവറ പുഴയ്ക്കലിൽ ഗതാഗതക്കുരുക്ക് മുറുകുന്നു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനം 100 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതി. അമിത പലിശ വാഗ്ദാനം ചെയ്ത് ഷെയർ ട്രേഡിംഗിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവി അറ്റുപോയി. മർദ്ദന വിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കളുടെ ആരോപണം. അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തിങ്കളാഴ്ച തിരശ്ശീല ഉയരും. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 15 നാടകങ്ങൾ അരങ്ങേറും. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ദേവസ്വത്തിലെ ആനപ്പാപ്പാന്മാർ നിസ്സഹകരണ സമരം നടത്തി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം സുരക്ഷിതമായും അപായരഹിതമായും നടത്തുന്നതിന് ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.